എമ്പുരാൻ പോലൊരു ഹെവി ഹൈപ്പ് വന്ന ഒരു സിനിമയ്ക്ക് ശേഷം ലാലേട്ടന്റെ ലോ ഹൈപ്പിൽ വന്ന സിനിമയായി തുടരും. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ ജാവ സൗദികളൊക്കെ തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടറായ തരുൺ മൂർത്തി. ഈ സിനിമയ്ക്ക് തുടക്കം മുതലേ ഒരു ലോ ഹൈപ്പ് കൊടുക്കാൻ, ഒട്ടും ഹൈപ്പ് ഇല്ലാതിരിക്കാൻ ഡയറക്ടറും ടീമും നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ ആദ്യത്തെ അപ്ഡേഷൻസ് വരുമ്പോൾ മുതൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതൊരു ഫീൽ ഗുഡ് അല്ല, ഫാമിലി ഡ്രാമയാണ് എന്നുള്ള രീതിയിൽ തരുൺ മൂർത്തി പല ഇന്റർവ്യൂസിലും വന്ന് പറഞ്ഞിരുന്നു. ദൃശ്യവുമായിട്ടൊരു കമ്പാരിസന്റെ ആവശ്യമില്ല, ദൃശ്യം വേറെയാണ്, അതുമായിട്ടൊരു സാമ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ചിലർക്കൊക്കെ നല്ല പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ദൃശ്യവുമായിട്ട് വരെ കമ്പാരിസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഷൺമുഖൻ എന്ന് പറയുന്ന ഒരാൾ. ഷൺമുഖൻ പണ്ട് മദ്രാസിൽ ആക്ടേഴ്സിന്റെ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചിരുന്ന ഒരു ഫൈറ്റർ ആയിരുന്ന ഒരാളാണ്. അയാളിപ്പോൾ നാട്ടിൽ വന്ന് ഫാമിലിയുമായിട്ട് ജീവിക്കുകയാണ്. ഇയാളൊരു ടാക്സി ഡ്രൈവറാണ്. ഭാര്യ, മകൾ, ഇതാണ് ഇയാളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇയാളുടെ കുടുംബം, ഇയാളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതിലാണ്. ഇയാളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം, അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. ത്രില്ലർ എന്ന് തന്നെ പറയണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒരു ഫീൽ ഗുഡ് മൂവി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ നിരാശരാക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഫാമിലിയുമായിട്ട് ഞാൻ പോയപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണെന്നാണ്. അവർ വന്നത് ലാലേട്ടൻ, ശോഭന ഈ ഒരു കോംബോ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മാത്രം അറിയാനുള്ള ഇതൊരു ത്രില്ലർ ആയിരുന്നു എന്നുള്ളത് ഞാൻ പല റിവ്യൂസും കണ്ടിരുന്നു. ഈ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ അവർ പ്രതീക്ഷിച്ചൊരു സംഭവം അല്ല കിട്ടിയിരുന്നത് എന്നുള്ള രീതിയിലാണ് അവർക്ക് തോന്നിയത്. എനിക്ക് സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഹെവി ത്രില്ലറാണ്. പക്ഷെ ദൃശ്യവുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ വരുന്ന രീതിയിലുള്ള, ദൃശ്യവും അതും വേറെ വേറെ ലീഗിൽ പെടുന്ന രണ്ട് രീതിയിൽ പോകുന്ന സിനിമകൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. സിനിമ അടിപൊളി സിനിമയാണ്. ലാലേട്ടന്റെ ഹെവി പെർഫോമൻസ്, ലാലേട്ടന്റെ തിരിച്ചുവരവൊന്നും പറയാനല്ല. കാരണം ലാലേട്ടൻ എങ്ങും പോയിട്ടില്ല. നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ലാലേട്ടൻ തന്നെയാണ്. അതുപോലെ ലാലേട്ടൻ്റെ പഴയ സിനിമകളിലെ പല സ്പൂഫായിട്ടുള്ള ഡയലോഗ്സ്, അത് പലരുടെയും സ്പൂഫായിട്ടുള്ള ഡയലോഗ്സുകളൊക്കെ കാണിച്ചുകൊണ്ട് പല സംഭവങ്ങളും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളും അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് ഈ സിനിമയുടെ കഥ പറച്ചിൽ എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടത് ലാലേട്ടൻ്റെ പെർഫോമൻസ്. അതുപോലെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന, ജോർജ് സാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പ്രകാശ് വർമ്മ എന്ന ആർട്ട് ഫിലിം ഡയറക്ടറുടെ പെർഫോമൻസ് പൊള്ളിച്ചടുക്കിയിട്ടുണ്ട് ആള്. അതുപോലെ ബിനു പപ്പു, ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ കൊണ്ട് ഒരു ഹെവി സിനിമ തന്നെയാണ്. ഒരു നല്ലൊരു ത്രില്ലർ തന്നെയാണ്. പക്ഷെ ഓവർ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ ദൃശ്യവുമായിട്ട് കമ്പാരിസൺ ചെയ്ത് അല്ലെങ്കിൽ ആ ലെവലിലുള്ള സിനിമയാണ് എന്ന് പ്രതീക്ഷിച്ച് പോകേണ്ട ഒരു സിനിമയല്ല. ഇതൊരു ത്രില്ലർ, നല്ലൊരു ത്രില്ലർ, സീറ്റഡ്ജ് ത്രില്ലർ. അടുത്ത് എന്താണ് അതെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. ദൃശ്യമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസേഷൻ ആവശ്യമില്ലാത്തൊരു സിനിമ. കണ്ടു നോക്കേണ്ട ഒരു നല്ല ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, ഒന്ന് കണ്ടു നോക്കാം.